1945 ഓഗസ്റ്റ് 18 ഇംപീരിയൽ ജാപ്പാനീസ് കോണ്ടുങ് ആർമിയിലെ ലഫ്റ്റനന്റ് ജനറൽ സുനാമസ ഷിഡെയും സംഘവുമായി തായ്വാനിലെ തെയ്ഹോക്കുവിൽ നിന്ന് മിത്സുബിഷി Ki-21 എന്ന ബോംബർ വിമാനം പറന്നുയർന്നു. യാത്ര പുറപ്പെടുന്നതിന് മുൻപ് തന്നെ എഞ്ചിന് തകരാറുള്ളതായി സംശയിച്ചിരുന്നെങ്കിലും അധികൃതർ അതത്ര കാര്യമാക്കിയില്ല. എന്നാൽ പറന്നുയർന്ന സെക്കൻഡുകൾക്കുള്ളിൽ അത് തകർന്നു വീണു. വിമാനത്തിൽ ഉണ്ടായിരുന്ന പൈലറ്റ്, കോ പൈലറ്റ് സുനാമസ എന്നിവർ തൽക്ഷണം കൊല്ലപ്പെട്ടു. ആളിക്കത്തുന്ന ബോംബറിൽ നിന്ന് പെട്രോളിൽ കുളിച്ച് ഒരു മനുഷ്യൻ അവശനായി പുറത്തേക്കിറങ്ങി വരുന്നു. തീഗോളങ്ങൾക്കിടയിലൂടെ പുറത്തു വന്ന അയാൾ നിമിഷ നേരങ്ങൾക്കുള്ളിൽ തീജ്വാലയായി മാറി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മരിക്കാത്ത പോരാളി നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു അത്. ഗുരുതരമായി പൊള്ളലേറ്റ നേതാജിയെ തെയ്ഹോക്കുവിലെ നൻമോൻ മിലിറ്ററി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രിയിലെ ചീഫ് സർജനായിരുന്ന ഡോക്ടർ തനേയോഷി യോഷിമിയുടെ നേതൃത്വത്തിൽ 6 മണിക്കൂറോളം വിദഗ്ധ ചികിത്സ നൽകിയെങ്കിലും കോമയിലേക്ക് പോയ നേതാജി ഓഗസ്റ്റ് 18 രാത്രി 9-നും 10-നും ഇടയിൽ മരണത്തിന് കീഴടങ്ങി. നേതാജിക്കൊപ്പം ബോംബർ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന സഹായി കേണൽ ഹബീബുർ റഹ്മാൻ മാത്രമാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. വിമാനാപകടം നടന്ന് 2 ദിവസങ്ങൾക്കു ശേഷം ഓഗസ്റ്റ് 20-ന് സുഭാഷ് ചന്ദ്രബോസിന്റെ മൃതദേഹം തായ്ഹോക്കു ശ്മശാനത്തിൽ സംസ്കരിച്ചതായാണ് രേഖകൾ. ജാപ്പനീസ് ന്യൂസ് ഏജൻസിയായ ഡോമി ബോസിന്റെയും ഷിഡെയുടെയും മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. സെപ്റ്റംബർ 7-ന് ജാപ്പനീസ് ഉദ്യോഗസ്ഥനായ ലഫ്റ്റനന്റ് ടാറ്റ്സുവോ ഹയാഷിത ബോസിന്റെ ചിതാഭസ്മം ടോക്കിയോയിലേക്ക് കൊണ്ടുപോയി. പിറ്റേന്ന് രാവിലെ അത് ടോക്കിയോ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെ പ്രസിഡന്റ് രാമമൂർത്തിക്ക് കൈമാറി. സെപ്റ്റംബർ 14-ന് ടോക്കിയോയിൽ ബോസിനായി ഒരു അനുസ്മരണ ചടങ്ങ് നടന്നിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ചിതാഭസ്മം ടോക്കിയോയിലെ റെങ്കോജി ക്ഷേത്രത്തിലെ ബുദ്ധ പുരോഹിതന് സമർപ്പിച്ചു. അന്നു മുതൽ അത് അവിടെ തുടരുന്നു. ഇത്രയുമാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ മരണത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക വിശദീകരണം. എന്നാൽ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ദുരൂഹതകളുടെയും നിഗൂഢ സിദ്ധാന്തങ്ങളുടെയും നിരവധി വാതിലുകൾ ഇവിടെ തുറക്കപ്പെടുകയാണ്. ഇന്ത്യയിലുള്ള സുഭാഷ് ചന്ദ്രബോസിന്റെ അനുയായികളിൽ പലരും, പ്രത്യേകിച്ച് ബംഗാളിലുള്ളവർ, അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചുള്ള ഈ വിശദീകരണം വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. ഫലമായി അദ്ദേഹത്തിന്റെ മരണം റിപ്പോർട്ട് ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ പല സിദ്ധാന്തങ്ങളും ഉത്ഭവിച്ചു. അതിപ്പോഴും തുടരുന്നു. സുഭാഷ് ചന്ദ്രബോസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങളും സംശയങ്ങളും വ്യാപകമായി ഉയർന്നതോടെ പല അന്വേഷണങ്ങളും നടന്നിരുന്നു. അപകടത്തെക്കുറിച്ച് നെഹ്റുവിന്റെ ഭരണകാലത്ത് ഷാനവാസ് കമ്മീഷൻ, ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് ഖോസ്ല കമ്മീഷൻ എന്നിവരെല്ലാം അന്വേഷിച്ചു. ഇവരെല്ലാം കണ്ടെത്തിയത് സുഭാഷ് ചന്ദ്രബോസ് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് തന്നെയാണ്. എന്നാൽ മൊറാർജി ദേശായിയുടെ കാലത്ത് ഈ 2 റിപ്പോർട്ടുകളും തള്ളിക്കളഞ്ഞു. കാരണം പാർലമെന്റ് അംഗങ്ങളുടെയും പൊതുജനങ്ങളുടെയും പ്രതിഷേധമായിരുന്നു. 1999-ൽ വാജ്പേയി സർക്കാരിന്റെ കാലത്ത് നിലവിൽ വന്ന മുഖർജി കമ്മീഷൻ കണ്ടെത്തലുകൾ മുൻ നിലപാടുകളിൽ നിന്നെല്ലാം വിഭിന്നമായിരുന്നു. 1945-ൽ അങ്ങനെ ഒരു വിമാനാപകടം ഉണ്ടായിട്ടില്ലെന്നും സുഭാഷ് ചന്ദ്രബോസ് മരണപ്പെട്ടിട്ടില്ലെന്നുമായിരുന്നു കണ്ടെത്തൽ. ബോസിന്റേതാണെന്ന് ഗവൺമെന്റ് അവകാശപ്പെടുന്ന റെങ്കോജി ക്ഷേത്രത്തിലെ ചിതാഭസ്മം അദ്ദേഹത്തിന്റേതല്ലെന്നും കമ്മീഷൻ കണ്ടെത്തിയിരുന്നു. അദ്ദേഹം റഷ്യയിലേക്ക് കടന്നിരിക്കാമെന്നുമാണ് മുഖർജി കമ്മീഷന്റെ കണ്ടെത്തൽ. വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ച ഈ റിപ്പോർട്ട് പക്ഷേ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് തള്ളിക്കളഞ്ഞു. ഇതിനിടയിൽ പല കഥകൾ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് പ്രചരിച്ചു. അതിൽ ഏറ്റവും കൗതുകമുണ്ടാക്കിയത് ഗുംനാമി ബാബ എന്ന അപരനാമധേയത്തിൽ ഉത്തർപ്രദേശിലെ ഫൈസലാബാദിൽ അദ്ദേഹം ജീവിച്ചിരുന്നു എന്ന കഥയാണ്. 1985-ലാണ് സന്യാസിയായിരുന്ന ഗുംനാമി ബാബ മരിക്കുന്നത്. നേതാജിയുമായുള്ള രൂപസാദൃശ്യവും ദുരൂഹമായ ജീവിത രീതികളുമായിരുന്നു സംശയങ്ങൾക്ക് ബലം കൂട്ടിയത്. ശിഷ്യന്മാർ ഭഗവാൻജി എന്ന് വിളിച്ചിരുന്ന ഗുംനാമി ബാബയുടെ ജീവിതം വളരെയധികം രഹസ്യാത്മകമായിരുന്നു അത്രേ. മരണശേഷം ഇദ്ദേഹത്തിന്റെ വസ്തുക്കളടങ്ങുന്ന 25 പെട്ടികൾ ഫൈസാബാദ് ജില്ലാ ട്രഷറിയിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. സുഭാഷ് ചന്ദ്രബോസ് തന്നെയാണ് ഗുംനാമി ബാബ എന്ന വാദങ്ങൾ ബലപ്പെട്ടതോടെ ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തർപ്രദേശ് സർക്കാർ ഏകാംഗ കമ്മീഷനെയും നിയോഗിച്ചിരുന്നു. ഫൈസാബാദ് ജില്ലാ ട്രഷറിയിലെ അദ്ദേഹത്തിന്റെ പെട്ടികളിൽ നിന്നും നേതാജിയുടെ കുടുംബ ചിത്രങ്ങളും നേതാജി ഉപയോഗിച്ചതായി കരുതപ്പെടുന്ന ചില വസ്തുക്കളും കണ്ടെത്തിയതോടെയാണ് വാദങ്ങൾക്ക് ബലം കൂടിയത്. നേതാജിയുടെ മാതാപിതാക്കളുടെ ചിത്രങ്ങൾ, അദ്ദേഹം ഉപയോഗിച്ചിരുന്നതിന് സമാനമായ വട്ടക്കണ്ണടയും വാച്ചും മാത്രമല്ല, ബ്രിട്ടീഷ് നിർമ്മിത ടൈപ്പ്റൈറ്റർ, 2ാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻ സൈനികർ ഉപയോഗിച്ചിരുന്ന ഒരു ബൈനാക്കുലർ എന്നിവയും ബാബയുടെ പെട്ടിയിൽ നിന്ന് കണ്ടെത്തി. ഒരു സന്യാസിക്ക് എന്തിനാണ് സൈനികർ ഉപയോഗിക്കുന്ന ബൈനാക്കുലർ എന്ന് സ്വാഭാവികമായും സംശയം തോന്നാം. ഇതുമാത്രമായിരുന്നില്ല സൂചനകൾ. ബാബ ജീവിച്ചിരുന്ന കാലത്ത് നേതാജിയുടെ കുടുംബത്തിൽ നിന്നുള്ള ചിലർ അദ്ദേഹത്തെ ഇടയ്ക്കിടെ സന്ദർശിച്ചിരുന്നതായി രേഖകളുണ്ട്. മാത്രമല്ല
അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ മുൻ INA ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനായിരുന്ന പവിത്ര മോഹൻ റോയ്, സുനിൽകാന്ത് ഗുപ്ത എന്നിവർ ബാബയ്ക്ക് അയച്ച ടെലിഗ്രാമുകളും പെട്ടിയിൽ നിന്ന് ലഭിച്ചു. ഇംഗ്ലീഷ്, ഹിന്ദി, ബംഗാളി ഭാഷകളിലുള്ള പുസ്തകങ്ങളുടെ വലിയ ശേഖരം, നിരവധി ഇന്ത്യൻ വിദേശ മാസികകൾ, പത്രങ്ങൾ, പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെ കത്തുകൾ, ഭൂപടങ്ങൾ, ചില ഇന്ത്യൻ നാഷണൽ ആർമി സ്മരണികകൾ എന്നിവയും അവയിൽ ഉണ്ടായിരുന്നു. സംശയങ്ങൾ ഇത്രയുമൊക്കെയായി ബലപ്പെട്ടതോടെ ഗുംനാമി ബാബ തന്നെയാണോ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയാൻ ശാസ്ത്രീയമായ പരിശോധനകളും നടന്നു. കൊൽക്കത്തയിലെ ഫോറൻസിക് ലാബിൽ ഗുംനാമി ബാബയുടെ പല്ലിന്റെ DNA-യും നേതാജിയുടെ പിന്മുറക്കാരുടെ പല്ലിന്റെ ജനിതക DNA-യും പരിശോധിച്ചു. ഫലം നെഗറ്റീവായിരുന്നു. DNA ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ നേതാജിയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിച്ചിരുന്ന ജസ്റ്റിസ് MK മുഖർജി കമ്മീഷൻ നേതാജിയും ഗുംനാമി ബാബയും രണ്ട് വ്യക്തികളാണെന്ന നിഗമനത്തിൽ തന്നെയായിരുന്നു എത്തിച്ചേർന്നത്. പക്ഷേ ഹിന്ദുസ്ഥാൻ ടൈംസ് പത്രം നടത്തിയ അന്വേഷണത്തിൽ ഗുംനാമി ബാബ സുഭാഷ് ചന്ദ്രബോസ് തന്നെയായിരുന്നു എന്ന് അനുമാനിക്കത്തക്ക തെളിവുകൾ ലഭിച്ചിരുന്നു. കയ്യക്ഷര വിദഗ്ധനായ ഡോക്ടർ B. ലാൽ നടത്തിയ പരിശോധനയിൽ സന്യാസിയുടെയും ബോസിന്റെയും കയ്യക്ഷരം ഒന്നു തന്നെയാണെന്നും തെളിഞ്ഞിരുന്നു. 1985 സെപ്റ്റംബർ 16 മരിച്ച ഗുംനാമി ബാബയുടെ മൃതദേഹം സംസ്കരിക്കുന്നത് 2 ദിവസത്തിന് ശേഷമാണ്. അതിശയം എന്തെന്നാൽ അദ്ദേഹത്തിന്റെ മരണ സർട്ടിഫിക്കറ്റോ മറ്റ് രേഖകളോ ഇല്ലാത്തതിനാൽ ആ ദിവസം അങ്ങനെ ഒരാൾ മരിച്ചതിന് ഔദ്യോഗിക രേഖകളൊന്നും നിലവിലില്ല. സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട നിരവധി രേഖകൾ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട്. അതിലെ ഒരു രേഖയിൽ പറയുന്നത് 1963 പശ്ചിമ ബംഗാളിലെ ഒരു ആശ്രമത്തിൽ നേതാജി ജീവിച്ചിരുന്നുവെന്ന് നെഹ്റു സർക്കാർ സംശയിച്ചിരുന്നതായാണ്. ആശ്രമത്തിലെ അന്തേവാസി KK ഭണ്ഡാരി നേതാജിയാണോ എന്ന് സർക്കാർ സംശയിച്ചിരുന്നുവെന്നാണ് രേഖകളിൽ പറയുന്നത്. വിമാനാപകടത്തിൽ സുഭാഷ് ചന്ദ്രബോസ് കൊല്ലപ്പെട്ടിട്ടില്ലെന്ന മുഖർജി കമ്മീഷന്റെ റിപ്പോർട്ടിന് പിന്നാലെ വെളിപ്പെടുത്തലെന്നോ ആരോപണമെന്നോ വിശേഷിപ്പിക്കാവുന്ന മറ്റൊന്നുകൂടി സംഭവിച്ചു. വിമാനാപകടത്തിൽ മരിച്ചുവെന്ന വ്യാജകഥ പ്രചരിപ്പിച്ച് നേതാജി റഷ്യൻ അധീനതയിലായിരുന്ന ചൈനയിലെ മഞ്ചൂരിയയിലേക്ക് രക്ഷപ്പെട്ടെന്നും സ്റ്റാലിൻ അദ്ദേഹത്തെ സൈബീരിയയിലെ യാക്കുസുക് ജയിലിലടച്ച് 1953 തൂക്കിലേറ്റിയോ ശ്വാസം മുട്ടിച്ചോ കൊന്നുവെന്നുമുള്ള സുബ്രഹ്മണ്യ സ്വാമിയുടെ വെളിപ്പെടുത്തലായിരുന്നു അത്.